എല്ലാവർക്കും സ്പൈസ് ട്രഷേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഒരു നോർത്ത് ഇന്ത്യൻ സ്വീറ്റ് ഡിഷായ കലാകന്ദിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇന്ന് നവരാത്രിയുടെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഞാൻ കരുതി ഒരു സ്വീറ്റ് ഡിഷ് ആകട്ടെ എന്ന്. അതാണ് ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് തിളപ്പിക്കാം. എന്നിട്ട് ഇത് നമുക്ക് പിരിച്ചെടുക്കാനാണുള്ളത്, ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ട്. അപ്പോൾ ഇത് നമുക്ക് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇത് നമ്മുടെ പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നാരങ്ങ നീരൊഴിച്ച് ഇത് പിരിച്ചെടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായി പിരിഞ്ഞു വരുന്നത് വരെ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വിനീഗർ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 1 നാരങ്ങയുടെ നീരാണ് എടുത്തു വെച്ചിരുന്നത്. നന്നായിട്ട് സ്റ്റിർ ചെയ്ത് കൊടുക്കുക. നോക്കൂ, നമ്മുടെ പാല് നന്നായി പിരിഞ്ഞു വന്നിട്ടുണ്ട്. ഫുള്ള് നന്നായിട്ട് പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു അരിപ്പയിൽ വെച്ചിട്ട് ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കാം. ഇത് ഞാനിപ്പോൾ ഒരു അരിപ്പയുടെ മുകളിൽ തുണി ഇട്ട് വെച്ചിട്ടുണ്ട്. അടിയിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളിപ്പോൾ പിരിച്ചെടുത്ത പാലിനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലെ വെള്ളം മൊത്തം പോകുന്നത് വരെ ഇതുപോലെ വെക്കുക. വെള്ളം മൊത്തം പോയതിന് ശേഷം ഇതിലെ കൂടെ നന്നായിട്ട് തണുത്ത വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് ഫുള്ള് വെള്ളം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. ഇതിലെ വെള്ളം എല്ലാം താഴോട്ട് പോയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ലെമൺ ജ്യൂസ് ഒഴിച്ചതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് പോയി കിട്ടും. ഇതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇങ്ങനെ ചെയ്താലേ ആ ലെമൺ ജ്യൂസിൻ്റെ ഫ്ലേവർ നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാ നോക്കി, ഇതാണ് നമ്മൾ നേരത്തെ പാല് പിരിച്ചെടുത്തത്. ഇതിലെ വെള്ളം മൊത്തം ഞാൻ റിമൂവ് ചെയ്ത് കഴുകി നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഇതുപോലെ തന്നെ നല്ല കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഉടച്ചു കൊടുക്കുക. ഇങ്ങനെ ഇതുപോലെ തന്നെ. ഇനി നമുക്ക് നെക്സ്റ്റ് എന്തൊക്കെയാണ് പ്രോസസ്സ് എന്ന് നോക്കാം. ഇനി ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരുന്ന പാല് പിരിച്ചിരുന്ന ഇത് ഇട്ട് കൊടുക്കുക. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് പൗഡറുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക്. അത് നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എത്രയാണോ മധുരം ആവശ്യം അത്രയും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 3 തൊട്ട് 4 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുമ്പോൾ ഇത് നല്ല ലൂസായി വരും. അത് കഴിഞ്ഞ് നമ്മളിത് നല്ല തിക്കായിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ഫോം ചെയ്യാനായിട്ട് ആവുന്ന പരുവം വരെ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം.
കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കുക, കൈ എടുക്കരുത് അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോവും. ഇത് പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവം വരെ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക. ഇത് കുറച്ച് തിക്കായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് എടുത്ത് വെച്ചിരുന്നത്. അത് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഏലക്കാപ്പൊടി ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നോക്കൂ, നമ്മുടെ മിൽക്ക് മെയ്ഡ് എല്ലാം ഇതിലേക്ക് നന്നായി മിക്സ് ആയി കിട്ടിയിട്ടുണ്ട്. നല്ല പാനിൽ നല്ല ഈസി ആയിട്ട് ഒട്ടും സ്റ്റിക്കി ആവാതെ ഇളകി വരുന്ന പരുവായിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി. നോക്കൂ, ഇത് എളുപ്പത്തിൽ നോക്കൂ എല്ലാം പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു ട്രേയിൽ നല്ലോണം നെയ്യെല്ലാം ഗ്രീസ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ തയ്യാറാക്കിയ മിശ്രിതം നന്നായിട്ട് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ മേൾഭാഗം നന്നായിട്ട് സ്മൂത്ത് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ സ്ക്വയർ ഷേപ്പിലാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതൊരു പ്ലേറ്റിലേക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും വെക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ ഉണക്കമുന്തിരിയും കാഷ്യൂ നട്ട്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. നോക്കൂ, ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്ത് നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. 1 തൊട്ട് 2 മണിക്കൂർ മതിയാകും സെറ്റ് ആവാനായിട്ട്. ഇനി ഇത് സെറ്റായി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. 1 മണിക്കൂറിന് ശേഷം നോക്കൂ, നമ്മുടെ കലാക്കന്ദ് നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നോക്കൂ ഗൈസ്, ഫൈനലി നമ്മുടെ കലാക്കന്ദ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് നന്നായിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്തിരിക്കുകയാണ്. ഇത് വളരെ ടേസ്റ്റിയും അതുപോലെ ഈ റെസിപ്പിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.